ആൻഡ് നിങ്ങൾ വീട്ടില് ഇത് പറയാമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? നമുക്ക് വീട്ടിൽ പറയേണ്ട കാര്യം വന്നിട്ടില്ല. പറയേണ്ട കാര്യം വന്നില്ല. അവരെന്നെ പിടിച്ചോളും. എങ്ങനെയാണ് അറിഞ്ഞത് അവര്? അവർ ആക്ച്വലി ഞങ്ങൾ +2 ആ ഒരു ടൈമിലായപ്പം അവർ ചാറ്റ് കണ്ടു. എൻ്റെ ഉമ്മയാണ് ആദ്യം കണ്ടത്. ശരി. അപ്പോൾ ഉമ്മ കണ്ടപ്പോൾ ഉമ്മ ആകെ എന്താ പറയുക ഭയങ്കര ഞെട്ടി. ഇതെന്താണ് ഒരു ഗേളിനോട് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു രീതിക്കായിരുന്നു ഉമ്മ എന്നോട് സംസാരിച്ചത്. ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് സൊസൈറ്റി ഇതെടുക്കുക, ഞങ്ങളെങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുക, നിന്റെ താഴെ സിബ്ലിങ്സ് ഇല്ലേ, സോ അവരെ കെട്ടിക്കേണ്ടതല്ലേ എന്നൊക്കെ. അതാണ് അവരുടെ മെയിൻ ആയിട്ട്. ഉമ്മക്ക് ഇതൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഫ്രണ്ട്ഷിപ്പാണ്, എന്താണെങ്കിലും നിർത്തണം. ഒരു റിലേഷൻ എന്ന് പറയാനുള്ള ഒരു ഇത് അത്രത്തോളം ആ ഒരു ബോധമില്ല, അറിയില്ല ഒന്നാമത്. ഓക്കെ, അതെ. അല്ല അത് തന്നെ, ഇപ്പം നിങ്ങൾ പോലും ഫെമിലിയർ അല്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പം നമ്മളുടെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും കുറേ ആളുകൾ ഇതൊരു എങ്ങനെ ഒരു സർപ്രൈസിങ് എലമെന്റ് ആണ് എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കി ഒന്ന് അതിലേക്ക് ഇൻവോൾവ് ആവാൻ ഇനിയും കുറച്ച് സമയം എടുക്കും എന്ന് തോന്നുന്നു. നമ്മുടെ സൊസൈറ്റി അതിലേക്കൊന്ന് അക്സെപ്റ്റബിൾ ആവാൻ കുറച്ച് ടൈം എടുക്കും. ചേച്ചി ആദ്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ ചേച്ചിയുടെ മനസ്സിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടോ? ഇങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ലൈക്ക് നോട്ട് ഗേൾസ് ബട്ട് ഐ മെറ്റ് മെനി മെൻ ഹൂ വർ ഗേ. ഓക്കെ. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ കുറേ ചോദിക്കും ചോദ്യങ്ങൾ. എന്താണടാ ശരിക്കും നിനക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ കൂടെ തോന്നുന്ന മാതിരി? ഇവർ പറഞ്ഞ അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര പോസസീവായിട്ട് തോന്നും, എന്നിട്ട് ഞങ്ങളുടെയും ലവ് സ്റ്റോറിയാണ്, പക്ഷെ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഇതൊക്കെ നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ വി ആർ വെരി സിമ്പത്തറ്റിക്. അപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവകാശം കിട്ടി. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലത്തേക്ക് കുറേ ഞങ്ങൾ അതിനെപ്പറ്റി എല്ലാവരുടെ അടുത്തും സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് എ നേച്ചർ. അതെ. അപ്പോൾ എനിക്ക് എന്താണ് ഐ ഫീൽ ഗുഡ് അബൌട്ട് എന്ന് വെച്ചാൽ ദേ ആർ കമ്മിങ് ഔട്ട്. ലൈക്ക് ഐ ഡോണ്ട് നോ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കുറെ പേരുണ്ടായിരിക്കാം, പക്ഷെ അവര് നിങ്ങൾ പറഞ്ഞ മാതിരി പറയാനുള്ള ഒരു probably we are giving them, everybody is giving them the space to come out. It is safe for you to come out and say, and your voice will be heard ennulla oru. I don't think it is very easy even now. വീട് കിട്ടില്ല അവർക്ക്. റീസെന്റ് ആണ് ഇത് പറഞ്ഞത് തന്നെ ആളുകളോട് അല്ലെങ്കിൽ ഇവരുടെ പേരൻസിനോട്. പക്ഷെ അതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം ഇവരെ പിരിക്കാനായിട്ട് എന്താ അടച്ചിടുക അങ്ങനെയൊക്കെ അല്ലേ, പിരിഞ്ഞിരുന്നില്ലേ? എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആയിരുന്നു. പിരിഞ്ഞിരുന്നു, പിന്നെ കിഡ്നാപ്പ് ചെയ്തു. ഒരു സിനിമക്കുള്ള എല്ലാ സ്റ്റോറിയും ഇവളുടെ പേരൻസ്, ആളുടെ പേരൻസ് ആളെ കിഡ്നാപ്പ് ചെയ്തു. ആക്ച്വലി ഞങ്ങള് മെയ് 19 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ദിസ് ഇയർ. അപ്പൊ ഇറങ്ങി കാലിക്കറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ നിന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ പാരൻസ് വന്നു. അപ്പോൾ ഇവളുടെ പാരൻസ് വന്ന് വിളിച്ചു, പോയില്ല, ടെററാണ്, അപ്പൊ നമ്മള് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്റെ പാരൻസ് പറഞ്ഞു അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം മതി, അപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് പോയേക്കാ, നമുക്ക് മനസ്സിലാക്കാം, അവരും വരാം, കുഴപ്പമില്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞ് എന്റെ ഉമ്മ വിളിച്ചു. ഓക്കെ. അപ്പൊ ഞങ്ങള് സ്റ്റാർട്ടിങ്ങില് കുറച്ച് നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഇരിക്കും, പക്ഷെ എന്നാലും നമ്മള് ട്രസ്റ്റ് ചെയ്തു പോയി. പക്ഷെ പോയപ്പോ തൊട്ട് ഡാർക്കായി. പിന്നെ ഫുൾ ബ്ലാക്ക് മെയിലിംഗ് കാര്യം. ഇവളുടെ വീട്ടുകാര് എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, നീ ഇവളെ വിട്ടു പോ, ലൈക്ക് ഇത് ഞങ്ങളെ നമ്മുടെ റിലീജിയനിൽ തെറ്റാണ്, പിന്നെ സൊസൈറ്റിയിൽ എന്താ ഞങ്ങൾ ആൻസർ ചെയ്യാ, രണ്ടുപേർക്കും കൈ പിടിച്ച് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമ്മള് ബോധേഡ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴും അവർക്ക് അത് കേൾക്കണ്ട, അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. ആൻഡ് കിഡ്നാപ്പ് ചെയ്തിട്ട് എവിടേക്കാ കൊണ്ടുപോയത്, എത്ര ദിവസം, പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു? കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയത് കൗൺസിലറെ വീട്ടിലേക്കാ. ഓക്കെ. റിലീജിയസ് കൗൺസിലറും അതിന് കൂടെ നിന്നു. കൗൺസിലറും കൂടെ. Because counselors ഇത് അക്സെപ്റ്റ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ അവരും കൂടി നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ഫേക്ക് ആയിരിക്കും. റിലീജിയസ് കൗൺസിലിംഗ് ആയിരുന്നു. റിലീജിയസ് കൗൺസിലിംഗ്. പുള്ളി ഇവൻ ചോദിച്ചു കൺവേർഷൻ തെറാപ്പി തരട്ടെ എന്ന് വരെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമില് ഇവള് ലൈവില് വന്നപ്പോ FB ലൈവ് ഇട്ടു. ഇവളാണെങ്കിൽ ഇവളുടെ ഫാദർ ഫിസിക്കലി കുറെ അബ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ അബ്യൂസ് മീൻസ് എന്തൊക്കെ? അടിച്ചിട്ടുണ്ട്, പിന്നെ കയ്യില് കടിച്ചിട്ടുണ്ട് ഒരുമാതിരി. അങ്ങനെ
അത് കഴിഞ്ഞിട്ട് വിഷം വാങ്ങി തന്നാൽ മരിച്ചു തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചു, കിഡ്നാപ്പ് ചെയ്ത് പോകുന്ന ടൈമില്. പിന്നെ അപ്പോഴേക്കും എന്തോ ഭാഗ്യത്തിന് വീട്ടിൽ പോലീസ് വന്നു. അവരെന്നോട് പറഞ്ഞു നൂറ കിഡ്നാപ്പ് ചെയ്ത് പോയതല്ല, അവളെ കൺസെന്റോടുകൂടി പോയതാന്ന് പറയണം, അല്ലെങ്കിൽ നൂറക്ക് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ ഞാൻ പറയാന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് വന്നപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഷെൽട്ടർ ഹോമിലോട്ട് പോയി. പിന്നെ ഒരു 8 days ഞാൻ അവളെ കണ്ടിട്ടില്ല, നോ കോണ്ടാക്ട്, എവിടെയാണ് എന്താണെന്നും അറിയില്ല. പിന്നെ ലൈവ് പോയപ്പോൾ ഇവളുടെ വീട്ടുകാർക്കും പേടിയായി. അങ്ങനെ കൗൺസിലർ വഴി കോൾ ചെയ്ത് തന്നു. ശരി. അതും വീഡിയോ ഡൗൺ ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ കോൾ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ഞാൻ എടുക്കില്ല, വീഡിയോ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഹെബിയസ് ഫയൽ ചെയ്തു. ഹെബിയസ് ഫയൽ ചെയ്തപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റിയത്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ നിയമസഹായം നിങ്ങളെ ഒന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലേ? ആ ഒരു ലൈവ് പോയപ്പോൾ ഒരുപാട് ആളുകൾ അത് കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു.